അങ്ങനെ ഞങ്ങൾ രണ്ടാം ദിവസം ഏകദേശം ഒരു 3:30 ആയപ്പോഴേക്ക് ആഗ്രാകാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പോകുന്ന ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും വന്ന് പൊതിയണിയാണ്. ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേരെ പോലെയാണ് അവർ. വില കുറവിന് റൂം ഒപ്പിച്ച് തരാമെന്ന് ഓർത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് കയറി. ഈ 2 വണ്ടിയിലാണ് ഇനി അങ്ങോട്ട് പോകാൻ പോണത്. നമ്മൾ ഓരോ വണ്ടിയിൽ 3 പേരെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവൻ്റെ ചിരി കണ്ടിട്ട് ഞങ്ങളെ പറ്റിച്ച പോലെ ഞങ്ങൾക്കൊന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ 2100 രൂപയുടെ AC റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ വന്ന് ഫ്രഷായിട്ട് നേരെ ആഗ്രയുടെ തെരുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ആഗ്ര എന്താണെന്ന് ഇനി അറിയണം. അപ്പോഴാണ് ഷാറൂഖ് ഖാൻ്റെ സ്റ്റൈല് പിടിച്ച ഒരു പുള്ളി വന്നത്. പുള്ളി വന്ന് ഞങ്ങളോട് എന്താണ്ടൊക്കെ പറഞ്ഞു. പുള്ളിയുടെ നടത്തം കണ്ട ഏകദേശം ഷാറൂഖ് ഖാനെ പോലെ തോന്നി. പിന്നെ കണ്ടത് ഒരു ചേച്ചി ഒരു ചേട്ടനെ പിടിച്ചിടിക്കണു. കുടുംബലഹളയാണെന്ന് തോന്നണു. നമ്മുടെ നാട്ടിലെ KSRTC പോലത്തെ ഉത്തർപ്രദേശിലെ ബസ്സാണിത്. രാത്രി ആയാലും രാവിലെ ആയാലും ഹോണടി ഇവർക്ക് നിർബന്ധമാണ്. ശരിക്കും ഇവിടെ നിരോധിക്കേണ്ടത് ഹോണാണ്. ഇന്ത്യയുടെ കൊടിയുടെ കളറുള്ള ഈ തൂണുകൾ കാണാനാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഏറുപന്ത് കളിക്കണ പോലെ ഇവിടെ പിള്ളേർ ടയർ എടുത്ത് എറിഞ്ഞാണ് കളിക്കുന്നത്. ടയർ കൊള്ളണമെന്ന് തിരിച്ചെറിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.